പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് റാം മോഹൻ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് റാം മോഹനെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ തന്റെ പദ്ധതികളുമായി മുന്നിലേക്ക് പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇരുവരെയും വകവരുത്തണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു രാഹുൽ. രാഹുലിന്റെ ചതിയിൽ ഇതോടെ വീണുപോവുകയാണ് റാം മോഹനും അതുപോലെ തന്നെ ഇഷയും. അപ്രതീക്ഷിതമായുള്ള ഈ വഴിത്തിരിവ് ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേൽക്കുകയാണ് റാം മോഹനും അതുപോലെ തന്നെ ഇഷയ്ക്കും. ഇതോടെ ഇഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഈ അപകടത്തിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല, രാഹുൽ തന്നെയാണ്. ഇത് എങ്ങനെയാണ് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ഇഷ ആലോചിക്കുകയാണ്. ഇതേ തുടർന്ന് റാം മോഹനോട് ഇഷ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇങ്ങനെയൊരു ചതിക്ക് പിന്നിൽ മറ്റാരുമല്ല, അവൻ ആ രാഹുൽ തന്നെയാണ്. അത് മോളെ, അത് നിന്റെ സംശയമായിരിക്കില്ലേ? അച്ഛന് ഇപ്പോഴും മനസ്സിലായില്ലേ? അച്ഛനൊന്ന് ആലോചിച്ചു നോക്കിക്കേ എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് അച്ഛൻ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഇതോടെ റാംമോഹൻ ഇതേപ്പറ്റി ആലോചിക്കുകയാണ്. മാത്രവുമല്ല, റാംമോഹൻ ഇതോടെ സംശയങ്ങൾ തോന്നി തുടങ്ങുകയും ചെയ്തതിനെ തുടർന്ന് റാംമോഹൻ ഇതേപ്പറ്റി സംസാരിക്കാൻ എത്തുകയാണ് രാഹുലിന്റെ അടുത്തേക്ക്. പക്ഷേ രാഹുലാകട്ടെ ഇതേ സമയം കാര്യങ്ങൾ നീനയെയും അമ്മയെയും അറിയിക്കുകയാണ്. ആ കിളവൻ രക്ഷപ്പെട്ടു. ഞാൻ ഇന്നത്തോടെ ആ രണ്ടിന്റെയും ശല്യം തീർന്നുവെന്ന് കരുതിയതാ, പക്ഷേ നടന്നില്ല. ഇനി അടുത്ത പരിപാടി നോക്കാം. അതിലെങ്കിലും അവരെ ഇല്ലാതാക്കണം. ഈ കാര്യം കേട്ട് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ റാം മോഹൻ. ഇതോടെ ഇഷ പറഞ്ഞത് ശരി തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ റാം മോഹന് സാധിക്കുന്നു. താൻ ചതിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് റാം മോഹൻ മനസ്സിലാക്കുകയാണ്. ഇതോടെ തൻ്റെ സ്വത്തുക്കൾ തിരികെ നേടണം എന്ന് റാം മോഹൻ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.